ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമേസോൺ വേൾഡ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് AS16 ബോറോയിങ് കോസ്റ്റ് ആണ്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ASൻ്റെ. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരാൻ പാകത്തിനുള്ളൊരു പോർഷനാണ്. പിന്നെ ഇതിന് മുന്നത്തെ ഉള്ള ASകളുടെയൊക്കെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ AS12ൻ്റെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സ്റ്റഡി മാറ്റിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, പിന്നെ ഓരോ ASൽ നിന്നും നമ്മൾ ശരിക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരണതെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. നമ്മുടെ സ്റ്റഡി മാറ്റിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഇല്ല. പിന്നെ ഉള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിലാണ് നമ്മൾ ഇടുക ക്വസ്റ്റ്യൻസ് വരുന്നതേ. അപ്പോൾ അത് നമ്മുടെ മെമ്പർഷിപ്പിലാവും വരിക. എന്നാലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ CAക്കാരുടെ ബുക്കിൽ നിന്ന് ഞാൻ റെഫറൻസ് എടുക്കുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതൊക്കെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോസ് ഇടാനായിട്ട് നേരം വൈകുന്നതിൽ സോറി, കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇച്ചിരി ബിസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ AS60. അപ്പോൾ AS60യിൽ നമ്മൾ എന്താണ് കവർ ചെയ്യുന്നത്? ഈ സ്റ്റാൻഡേർഡ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്, ദി സ്റ്റാൻഡേർഡ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ട്രീറ്റ് ഇൻട്രസ്റ്റ് ഇൻ അതർ കോഴ്സ് ദാറ്റ് എ ബിസിനസ് ഇൻകേഴ്സ് വെൻ ഇറ്റ് ബോറോസ് മണി. ഒരു ബിസിനസ് മണി ബോറോ ചെയ്യുന്ന സമയത്ത് ആ ബോറോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റും ആ ബോറോ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചിലവുകളും മറ്റ് കോസ്റ്റുകളും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, ഷുഡ് ദീസ് കോസ്റ്റ് ബി റെക്കോർഡഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ കറണ്ട് ഇയർ ഓർ ഷുഡ് ദേ ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ്? ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ കടം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഈ ലോണൊക്കെ എടുക്കുന്നത്, ഈ മണി ബോറോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് കോസ്റ്റുകൾ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഒരു വർഷത്തിൽ നിങ്ങൾ അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുവാണോ, അതോ നിങ്ങൾ അസറ്റിൻ്റെ ആ കോസ്റ്റിനോട് കൂടെ അത് നിങ്ങൾ ആഡ് ചെയ്ത് കാണിക്കുവാണോ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. ഞാനത് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ് ആണ് ചെയ്യുന്നത്, അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണോ കാണിക്കുന്നത് എന്നാണ് ഈ ഒരു എൻറ്റയർ സെക്ഷനിൽ നമ്മൾ AS60യിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി കീ ഡെഫിനിഷനിലേക്ക് കടക്കാം. വാട്ട് ആർ ബോറോയിങ് കോസ്റ്റ്? എന്താണ് ബോറോയിങ് കോസ്റ്റ്? അപ്പം ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാശ് കടത്തിന് വാങ്ങിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ കടത്തിന് വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുകയാണ്. ഈ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ, എക്സ്പെൻസുകൾ, കോസ്റ്റുകളൊക്കെ, ആ കോസ്റ്റിനെയാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട്. ബോറോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടത്തിന് വാങ്ങിക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ ലോൺ എടുക്കുന്നു. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എന്താണോ അതിനെയാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിനെന്ത് നമ്മൾ തിരികെ കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബോറോയിങ് കോസ്റ്റാണ്. പിന്നെ ബാങ്ക് ചാർജസ്, ചിലപ്പോൾ ബാങ്ക് ചാർജസ് പിടിക്കും, അതൊരു ബോറോയിങ് കോസ്റ്റാണ്. പിന്നെ ചില സമയത്ത് ഡിസ്കൗണ്ട്, പ്രീമിയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ അതൊരു ബോറോയിങ് കോസ്റ്റാണ്. പിന്നെ ലീസുകളുടെ കേസാണെങ്കിൽ ഫിനാൻസ് ചാർജസ് ആണ്. അതായത് ഈ ലീസിലെ ഫിനാൻസ് ചാർജസും ലോണിലെ ഇൻട്രസ്റ്റും ഒരേ ഒരു സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ ലീസിൻ്റെ കേസാണെങ്കിൽ ഫിനാൻസ് ചാർജസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബോറോയിങ് കോസ്റ്റാണ്. പിന്നെ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ഡിഫറൻസുകളും അതിൻ്റെ കുറച്ചുകൂടി ഇന്ന് ഡീപ്പായിട്ട് പറയാനായിട്ടുണ്ട്, ആ ഒരു പോയിന്റ് പറയാനായിട്ടുണ്ട്. അതാണ് ടു ദി എക്സ്റ്റെൻഡ് ദാറ്റ് ദി ആക്ട് ലൈക്ക് എൻ ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ഡിഫറൻസുകൾ ടു എ സർട്ടൻ ലെവൽ എന്താണ് ബോറോയിങ് കോസ്റ്റാണ്. അത് എത്രത്തോളം വരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. മെയിൻലി ഈ പറയുന്ന ബോറോയിങ് കോസ്റ്റിൻ്റെ ഉള്ളിൽ വരുന്നത്, ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലാണെങ്കിലും, ഓക്കെ, ഈ ബോറോയിങ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലാണെങ്കിലും ഈ പറഞ്ഞ 4 പ്ലസ് ആ ബാങ്ക് ചാർജസും കൂടി ആഡ് ചെയ്തോളൂ. ഈ 5 കാര്യങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ബോറോയിങ് കോസ്റ്റ്. ഓക്കെ, ഇനി ബോറോയിങ് കോസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിനോട് കൂടെ ചേർന്ന് പറയുന്ന ഒരു ടേമാണ് ക്വാളിഫയിങ് അസറ്റ്. വാട്ട് ഈസ് ക്വാളിഫയിങ് അസറ്റ്? അപ്പോൾ അതറിയണം. അപ്പോൾ എന്താണ്, നമുക്ക് വായിച്ച് നോക്കിയാലോ. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. എ ക്വാളിഫയിങ് അസറ്റ് ഈസ് എൻ അസറ്റ് ദാറ്റ് ടേക്സ് എ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻറ്റഡ് യൂസ് ഓർ സെയിൽ. എന്താ അവിടെ പറയുന്നത്? ഈ പറഞ്ഞ ലൈനിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാം. ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. ഈ അസറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് റെഡിയാകുന്ന ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന് കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ അത് വിൽക്കാൻ പാകത്തിനുള്ളൊരു സംഭവമായി തീരാൻ വേണ്ടി അതൊരു കുറച്ച് ടൈം എടുക്കും. ആ കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ സംഭവത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം ഒരു അസറ്റിനെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്, അത് റെഡി ആവാനായിട്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് റെഡി ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും.
അതിനെയാണ് ഈ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് ചോദിക്കും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച ഉപയോഗത്തിന് അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എന്തിനാണോ അത് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അതിന് വേണ്ടി അത് റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കും. അല്ലെങ്കിൽ അത് നമ്മൾ വിൽക്കാൻ വേണ്ടി വിചാരിക്കും. വിൽക്കാനാണെങ്കിൽ നമ്മളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിക്കണമല്ലോ, അത് എത്തിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇനി ക്വാളിഫയിങ് അസറ്റിൻ്റെ എക്സാമ്പിൾസ് എന്താ നോക്കിയേ. എ ന്യൂ ഫാക്ടറി ഓർ മാനുഫാക്ചറിങ് പ്ലാന്റ് ബീങ് ബിൽഡ്. നമ്മളൊരു പ്ലാന്റ് മാനുഫാക്ചർ ചെയ്യാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു പുതിയ ഫാക്ടറി പണിയാണ്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കുന്നതാണ്, കുറച്ചധികം സമയം എടുക്കുന്നതാണ്. ഇതൊക്കെ എന്താ ക്വാളിഫയിങ് അസറ്റാണ്. എ പവർ ജനറേഷൻ ഫെസിലിറ്റി അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു പവർ ജനറേഷൻ ഫെസിലിറ്റി കൺസ്ട്രക്ഷനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുറച്ച് സമയം എടുക്കും അത് കൺസ്ട്രക്ട് ചെയ്ത് വരാനായിട്ട്. ഇൻവെൻട്രീസ് ദാറ്റ് ടേക്ക് എ ലോങ് ടൈം ടു ബിക്കം സെല്ലബിൾ. അതായത് ചില ഇൻവെൻട്രീസ്, ചില വസ്തുക്കൾ അത് വിൽക്കാൻ പാകത്തേക്ക് ആക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, വേറെ എക്സാമ്പിൾ ലൈക്ക് എ ഫൈൻ വൈൻ ദാറ്റ് നീഡ്സ് ഇയേഴ്സ് ടു മെച്യൂർ. അല്ലേ, ഒരു നല്ലൊരു വൈൻ സെറ്റായി വരണമെങ്കിൽ കുറച്ചധികം വർഷം എടുക്കും. സോ ദാറ്റ് ഇസ് എ ക്വാളിഫയിങ് അസറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. ഇതാണ് ക്വാളിഫയിങ് അസറ്റ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഈ ക്വാളിഫയിങ് അസറ്റ്, അതിനെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. അത്തരം അസറ്റുകളെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ക്വാളിഫയിങ് അസറ്റ് അല്ലാത്തത്? എ കാർ ഓർ ട്രക്ക് യു ബൈ ആൻഡ് ക്യാൻ യൂസ് റൈറ്റ് അവേ. ഞാനൊരു കാറ് ഉടനടി വാങ്ങിക്കുകയാണ്. റൈറ്റ്, നമ്മൾ കാറ് വാങ്ങിക്കുന്നത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനാണ് അല്ലേ. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാം, വാങ്ങിച്ച് അപ്പം തന്നെ ഉപയോഗിക്കാം. റൈറ്റ്, അപ്പോൾ അത് എന്തല്ല, ക്വാളിഫയിങ് അസറ്റ് അല്ല. കാരണം അത് ഓൾറെഡി നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു ക്വാളിഫയിങ് അസറ്റ് അല്ല. ഇൻവെൻട്രി ദാറ്റ് ഈസ് മാനുഫാക്ചേർഡ് ഓൺ എ റെഗുലർ റിപ്പീറ്റേറ്റീവ് ബേസിസ്. അതായത് നമ്മൾ റിപ്പീറ്റേറ്റീവ് അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻവെൻട്രി. അതായത് ഈ കമ്പനീസ് ഇതിൻ്റെ സ്വന്തം പ്രൊഡക്ട്സ് വേഗം, ഇത് വിൽക്കേണ്ട പ്രൊഡക്ട്സ് വേഗം ഉണ്ടാക്കും അല്ലേ. ഒരു 12 മാസമൊക്കെ എടുത്തിട്ടാണോ നമ്മൾ ഈ ഒരു കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ കമ്പനിക്ക് ഒരു വർഷത്തിൽ വലിയ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പനീസ് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് വളരെ ക്വിക്കായിട്ടും റെഗുലറായിട്ടാണ് അല്ലേ, റെഗുലറായിട്ടാണ്. അപ്പോൾ അവരധികം ടൈമൊന്നും എടുക്കുന്നില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി അത് പ്രിപ്പയർ ചെയ്യാൻ അധികം സമയമൊന്നും എടുക്കണമെന്നില്ല. അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ സൈക്കിൾസ് ആയിട്ട് വിൽക്കുന്നു, അത്ര തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻവെൻട്രി ദാറ്റ് ഈസ് മാനുഫാക്ചർഡ് ഓൺ എ റെഗുലർ റിപ്പീറ്റേറ്റീവ് ബേസിസ്, ഇപ്പോൾ ബിസ്ക്കറ്റ്, സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതൊന്നും ക്വാളിഫയിങ് അസറ്റ് അല്ല. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് അസറ്റ്സ് ദാറ്റ് ആർ അണ്ടർ കൺസ്ട്രക്ഷൻ. അതായത് നമ്മൾ വെറുതെ കുറച്ച് കാശ് അല്ലെങ്കിൽ കുറച്ച് കാശ് എടുത്തിട്ട് ഷെയർസിലും ബോൺസിലും മറ്റ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും കൊണ്ടുപോയിട്ട് ഇട്ടു. അപ്പോൾ ഇതിന് നമുക്ക് ഒരിക്കലും അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് മണി അങ്ങനത്തെ ഒരു സാധനത്തിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള ബേസ് കൊണ്ട് അത് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ അത് റെഡി ആവാനും മുന്നേ കുറച്ച് എഫേർട്ട് വിടണം. ഓക്കെ, പക്ഷേ എന്ത് ഉൾപ്പെടില്ല ഇതിനുള്ള പ്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളൊന്നും ഇതിനുള്ളിൽ ഉൾപ്പെടില്ല. അപ്പോൾ വൺസ് അഗെയിൻ ഈ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റാണ്. അത് റെഡി ആവാനായിട്ട്, അതിൻ്റെ ഉദ്ദേശിച്ച ഉപയോഗത്തിന് അത് റെഡി ആവാനായി കുറച്ച് സമയമെടുക്കും. ഫൈൻ. അപ്പോൾ എന്തൊക്കെയാണ് 3 നമ്മൾ ക്വാളിഫയിങ് അസറ്റായിട്ട് പരിഗണിക്കാത്ത 3 ലിസ്റ്റ് എന്താണ്? ഓൾറെഡി യൂസ് ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യങ്ങളാണെങ്കിൽ, ഓൾറെഡി യൂസബിൾ കാർ, ട്രക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, റിപ്പീറ്റഡ്ലി ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇതൊന്നും നമുക്ക് ക്വാളിഫയിങ് അസറ്റിൻ്റെ കീഴിൽ പറയാനായിട്ട് പറ്റില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ടുള്ള ആ ഒരു ഏരിയ വന്നിട്ടുണ്ട്, വാട്ട് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ സ്റ്റാൻഡേർഡ് പറയുന്നത് 12 months ആണ്. 12 months 12 മാസമോ അതിലധികമോ എടുക്കുകയാണെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹവെവർ ദിസ് ഇസ് ജസ്റ്റ് എ ഗൈഡ് ലൈൻ. ഇതൊരു ഗൈഡ് ലൈൻ ആണ്. എപ്പോഴും 12 months എന്നല്ല, നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓരോ ഫാക്റ്റും സർക്കംസ്റ്റാൻസസും അനുസരിച്ചാണ് നമ്മളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബട്ട് ഒരു സ്റ്റാൻഡേർഡ് എന്ന നിലയിൽ നമുക്കൊരു ഇത് വേണമല്ലോ, നമുക്കൊരു ചെക്ക് ഇൻ ലൈൻ വേണമല്ലോ. അപ്പോൾ അതിന് 12 months ഓർ മോർ അങ്ങനെ പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം. ഇനി ഈ ഒരു സെക്ഷനിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണ്, ക്യാപിറ്റലൈസ് ചെയ്യണോ അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണോ? അപ്പോൾ ക്യാപിറ്റലൈസ് എന്താണ്? ക്യാപിറ്റലൈസ് ദിസ് മീൻസ് യു ആഡ് ദ ബോറോയിങ് കോസ്റ്റ് ടു ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ബോറോയിങ് കോസ്റ്റിനെ എന്താണ് ബോറോയിങ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ബോറോയിങ് കോസ്റ്റിനെ ഈ അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടെ ആഡ് ചെയ്യുക, അതിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ദി അസറ്റിനോട് കൂടെ ബോറോയിങ് കോസ്റ്റ് ആഡ് ചെയ്യുക. യു ഓൺലി ഡു ദിസ് ഫോർ ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു എ
ക്വാളിഫയിങ് അസറ്റ്. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ എന്ത് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യുള്ളൂ? ക്വാളിഫയിങ് അസറ്റുമായി ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ, ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ബോറോയിങ് കോസ്റ്റുകളെ മാത്രമേ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുള്ളൂ. വൺസ് അഗെയിൻ, ക്വാളിഫയിങ് അസറ്റായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ബോറോയിങ് കോസ്റ്റുകൾ മാത്രമേ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് expense. You record the borrowing cost as an expense in the profit and loss account for the period in which they are incurred. അതായത് ഏത് വർഷമാണോ നമുക്ക് ഈ ബോറോയിങ് കോസ്റ്റ് വരുന്നത്, ആ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ബോറോയിങ് കോസ്റ്റിനെ കാണിക്കുന്നു. അപ്പോൾ ദിസ് അപ്ലൈസ് ടു ഓൾ അതർ ബോറോയിങ് കോസ്റ്റ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഈ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് ക്വാളിഫയിങ് അസറ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ബോറോയിങ് കോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ക്വാളിഫയിങ് അസറ്റായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാത്ത ബോറോയിങ് കോസ്റ്റുകളോ? നമ്മളതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ എക്സ്പെൻസിൽ കാണിക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ ഐഡിയ ഈസ് ദാറ്റ് ദീസ് കോസ്റ്റ് ആർ നെസസറി ടു ഗെറ്റ് ദി അസറ്റ് റെഡി, സോ ദേ ആർ പാർട്ട് ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ്. അതായത് ഈ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ അസറ്റ് റെഡി ആവുന്നതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ അസറ്റ് ഉപയോഗിക്കാൻ പാകത്തേക്ക് എത്തിക്കുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റിലേക്ക് മാറ്റുന്നത്. ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ബോറോയിങ് കോസ്റ്റ് ആണെങ്കിൽ അസറ്റ് ആ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈമിൽ അസറ്റ് റെഡി ആവാൻ വേണ്ടി അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരിക്കുമല്ലോ. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കോസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എ ക്വാളിഫയിങ് അസറ്റ് ആയിട്ടുള്ള ബോറോയിങ് കോസ്റ്റുകളെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ടു ക്യാപിറ്റലൈസ് ദ കോസ്റ്റ്. ഇനി നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നായിട്ട് രണ്ട് മെയിൻ സിനാരിയോസ് ആണ് ബോറോയിങ്സിൻ്റെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് തിങ് ഇസ് സ്പെസിഫിക് ബോറോയിങ്സ്, അടുത്തത് ജനറൽ ബോറോയിങ്സ്. സ്പെസിഫിക് ബോറോയിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് വെൻ എ ലോൺ ഇസ് ടേക്കൺ ഔട്ട് സ്പെസിഫിക്കലി ഫോർ എ ക്വാളിഫയിങ് അസറ്റ്. ഞാൻ ഒരു ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി മാത്രം ഞാൻ ലോൺ എടുത്തിരിക്കുകയാണ്. ആ ക്വാളിഫയിങ് അസറ്റിൻ്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ക്വാളിഫയിങ് അസറ്റ് റെഡി ആക്കുന്നതിന് വേണ്ടി മാത്രം ആണ് ഞാനൊരു ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കാം. ഓക്കെ, അതിനെയാണ് സ്പെസിഫൈങ് ബോറോയിങ്സ് എന്ന് പറയുന്നത്. അതിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. How to calculate? The amount to capitalize is the actual interest incurred on that specific loan minus any interest you earn from temporarily investing those borrowed funds. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ബോറോയിങ് കോസ്റ്റായിട്ട്, ഈ സ്പെസിഫിക് ബോറോയിങ്സിൻ്റെ കേസിൽ ബോറോയിങ് കോസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഈ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ? ആ ഇൻട്രസ്റ്റ് നമ്മൾ ബോറോയിങ് കോസ്റ്റായിട്ട് എടുക്കും. ഓക്കെ, ആക്ച്വൽ ഇൻട്രസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ സ്പെസിഫിക് ബോറോയിങ്സിൻ്റെ ബോറോയിങ് കോസ്റ്റായിട്ട് എടുക്കും. പക്ഷേ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? മൈനസ് എനി ഇൻട്രസ്റ്റ് യു ഏൺ ഫ്രം ടെമ്പററി ഇൻവെസ്റ്റിംഗ് ദോസ് ബോറോയിഡ് ഫണ്ട്സ്. അതായത് നമ്മൾ ഈ ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് ചിലവരെ ആ ലോൺ എടുത്തിട്ടുള്ള കുറച്ച് കാശ് ആവശ്യത്തിന് എടുത്തിട്ട്, ഇപ്പോൾ തൽക്കാലത്തിനുള്ള ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഈ പറയുന്ന നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഈ സ്പെസിഫിക് ബോറോയിങ്ങിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മേലിൽ നിന്ന് കുറയ്ക്കുക. എന്നിട്ട് ബാക്കി വരുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്പെസിഫൈഡ് ബോറോയിങ്സിൻ്റെ എന്തായിട്ട് ബോറോയിങ് കോസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം. 5 lakh rupees ലോൺ എടുത്തു. ഓക്കെ, അതിന് ഇൻട്രസ്റ്റ് വരുന്നത് 5% ആണ്. ഇതിൽ 2 lakh ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തു. ഓക്കെ, ബാക്കി ഒരു 3 lakh വന്നു. ഞാൻ ലോൺ എടുത്തതിൽ നിന്ന് ബാക്കി 3 lakh വന്ന് ഞാനത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിന് എനിക്ക് കിട്ടുന്നത് 5% ഇൻട്രസ്റ്റ് തന്നെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു കേസിൽ എത്രയാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ വരുന്നത് 5 lakh. 5 lakhിൻ്റെ മേത്ത് 5% എത്രയാണ്? 25,000 ആണ്. ഒറ്റയടിക്ക് നമുക്ക് നോക്കുമ്പോൾ 25,000 ആണ് ബോറോയിങ് കോസ്റ്റ് എന്ന് തോന്നും. ഈ 5 lakhിന് മേത്ത് 5% ചെയ്തു. ഇപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളതാണ് 25,000. ഇനി ഈ 3 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 lakh ഈ ലോൺ എടുത്തതിന് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വന്നാണ് 3 lakh. ഈ 3 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 5%. ഓക്കെ, അപ്പോൾ അതിന് മേത്ത് നമ്മൾ നോക്കുമ്പോൾ 5% ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15,000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 15,000 ആണ്. നമ്മൾ ശരിക്കും ലോൺ എടുത്തോടത്ത് കൊടുക്കേണ്ടത് 25,000 ആണ്. ഓക്കെ, ഇനി എന്താ ഈ 25,000-ൽ നിന്ന് 15,000 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 10,000. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിളിൽ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത് 10,000 ആണ്. ഈ ഒരു പോയിൻ്റാണ് ഇപ്പോൾ ഇവരിവിടെ പറഞ്ഞത്. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി നോക്കാം. Okay, how to calculate? The amount to capitalize is the actual interest cost on that specific loan minus any interest you earn from temporarily investing those borrowed funds. അത്തരം borrowed funds നിങ്ങൾ എവിടെയും പോയിട്ട് ടെമ്പററിലി ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇതിൽ നിന്നും കുറയ്ക്കണം.
ഓക്കെ. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 10,000 ആണ്. ഈ 10,000 നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. ഓക്കെ, 10,000 നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? അതായത് 5 ലാഖിനോട് കൂടെ നമ്മൾ 5 ലാഖാണ് നമ്മൾ ലോൺ എടുത്തിരുന്നത്. ആ 5 ലാഖിനോട് കൂടി ഈ 10,000 ആഡ് ചെയ്തിട്ട് 5,10,000 ആവും. 5,10,000 ആവും. ഈ 5,10,000 ആയതിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു. നമ്മളിപ്പോൾ ഈ ഒരു കേസ് നമുക്ക് എന്ത് പറയാം? 10,000 നമ്മൾ അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടെ ക്യാപിറ്റലൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമ്പിൾ. അവിടെ ഒരു കുഞ്ഞൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ. യു ടേക്ക് 1 million ലോൺ ടു ബിൽഡ് എ ഫാക്ടറി. ദ ഫാക്ടറി ഈസ് എ ക്വാളിഫയിങ് അസറ്റ്. ഓക്കെ, ഏത് ക്വാളിഫയിങ് അസറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു ഫാക്ടറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 million ലോൺ എടുത്തു. അപ്പോൾ ആ ഫാക്ടറി ബിൽഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോൺ എടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയിട്ടായിരിക്കണം. ആ അസറ്റുമായി ഡയറക്റ്റ്ലി ബന്ധം ഉണ്ടാവണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ലോണ് ഓക്കെ എലിജിബിൾ ആണ്, റൈറ്റ്? അപ്പോൾ ഫാക്ടറി ഈസ് എ ക്വാളിഫയിങ് അസറ്റ്. അടുത്തത് ജനറൽ ബോറോയിങ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് ബോറോയിങ്സ് ആണ്. സ്പെസിഫിക് ബോറോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി സ്പെസിഫിക്കലി എടുക്കുന്ന ലോണാണ്. ജനറൽ ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിനർത്ഥം വരിക നമുക്ക് വായിച്ച് നോക്കാം. ദിസ് ഇസ് വെൻ എ ബിസിനസ് യൂസസ് ഇറ്റ്സ് ജനറൽ പൂൾ ഓഫ് ബോറോഡ് ഫണ്ട്സ് ഫോർ എ ക്വാളിഫയിങ് അസറ്റ്. അതായത് ഫോർ എ ക്വാളിഫയിങ് അസറ്റ് ഇതെന്ന് പറയുന്നത് നമ്മൾ ലോൺ എടുക്കുന്നു ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു ഇൻറ്റയർ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ലോൺ എടുക്കുകയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ കമ്പനി ഹാസ് മൾട്ടിപ്പിൾ ലോൺസ് ആൻഡ് യൂസ് സം ഓഫ് ദാറ്റ് മണി ടു കൺസ്ട്രക്ട് ആൻ ഓഫീസ് ബിൽഡിംഗ്. ദ ബിൽഡിംഗ് എസ് എ ക്വാളിഫയിങ് അസറ്റ്. ഇതിവിടെ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരുപാട് ലോൺസ് എടുത്തിട്ടുണ്ട്, 1-2 ലോൺസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ലോൺസ് നമ്മൾ എൻറ്റയർ പ്രോസസ്സിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടും. അതിൻ്റെ ഉള്ളിൽ ഈ ഉൾപ്പെടുന്നതിൻ്റെ ഉള്ളിൽ എന്തും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഒരു ഓഫീസ് ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയും കൂടിയും ഈ ജനറലി നമ്മൾ എടുത്തിട്ടുള്ള ഈ ലോണിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ക്വാളിഫയിങ് അസറ്റ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ എടുത്ത ലോണാണ്. ഈ ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി മാത്രമായിട്ട് എടുത്തിട്ടുള്ളതല്ല, ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള ലോണാണിത്. ആ ലോണിൽ നിന്നാണ് നമ്മൾ ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബിൽഡിംഗ്? ഇപ്പോൾ ഈ കേസിൽ ക്വാളിഫയിങ് അസറ്റാണ്. അപ്പോൾ അത്തരം ലോണുകളെയാണ് ജനറൽ ബോറോയിങ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഹൗ ടു കാൽക്കുലേറ്റ്? You apply a capitalization rate which is a weighted average of all your outstanding general borrowings. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഒരു ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് എവിടെ നിന്ന് കിട്ടും? ഈ റേറ്റ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് എടുക്കും. നമ്മുടെ എല്ലാ ജനറൽ ബോറോയിങ്സിൻ്റെ എല്ലാ ഔട്ട്സ്റ്റാൻഡിങ്ങും എടുത്തിട്ട് അതിൻ്റെ ഒരു വെയ്റ്റഡ് ആവറേജ് എടുക്കും. എന്നിട്ട് ആ വെയ്റ്റഡ് ആവറേജിൽ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. ആ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തിട്ടാണ് എത്രത്തോളം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം, ബാക്കി എക്സ്പെൻസ് ആയിട്ട് എത്ര കാണിക്കണം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും, സോ ഡോണ്ട് വറി. Next, the 3 phases of capitalization. Capitalization of borrowing cost is not forever. It follows a timeline. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റലൈസേഷന് 3 phases ഉണ്ടെന്ന് പറയുന്നത്. എന്താണ് 3 phases? നമുക്ക് നോക്കാം. കമൻസ്മെൻറ്റ് സ്റ്റാർട്ട്. യു ക്യാൻ സ്റ്റാർട്ട് ക്യാപിറ്റലൈസിങ് കോസ്റ്റ് വെൻ all 3 conditions are met. അതായത് നമുക്ക് എപ്പോൾ തൊട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങാം, കോസ്റ്റ് എപ്പോൾ തൊട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങാം, അതാണ് കമൻസ്മെൻറ്റിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു അല്ലേ? പക്ഷേ എത്ര ദിവസം വരെയാണ്, അല്ലെങ്കിൽ എപ്പോൾ വരെയാണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഫോർ ഇറ്റേണിറ്റി അല്ല. ഓക്കെ, അതായത് ഒരിക്കലും അവസാനിക്കാത്തല്ല, അതിനൊരു എൻഡ് ഉണ്ട്. ക്യാപിറ്റലൈസ് ചെയ്യുന്നതിൽ നമുക്കൊരു എൻഡ് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കമൻസ്മെൻറ്റ് നോക്കാം. അപ്പോൾ നമ്മൾ കോസ്റ്റുകൾ ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങുന്നത് താഴെ കാണുന്ന 3 കണ്ടീഷൻസ്, വെൻ ഓൾ 3 കണ്ടീഷൻസ് ആർ മെറ്റ്, താഴെ കാണുന്ന 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ തുടങ്ങുന്നത്. എന്താണ് ആ 3 കണ്ടീഷൻ? എക്സ്പെൻഡിച്ചർ ഓൺ ദി അസറ്റ് ബീങ് ഇൻകേർഡ്. അതായത് നമുക്ക് ആ ക്വാളിഫയിങ് അസറ്റിന് മേത്ത് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ചിലവ് ശരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അടുത്തത് ബോറോയിങ് കോസ്റ്റ് ആർ ബീങ് ഇൻകേർഡ്. അതായത് നമ്മൾ ലോണ് എടുക്കുമ്പോൾ നമ്മൾ കാശ് ബോറോ ചെയ്യുമ്പോൾ അതിൻ്റെ മേത്ത് ബോറോയിങ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ആക്ടിവിറ്റീസ് ടു ഗെറ്റ് ദി അസറ്റ് റെഡി ആർ ഇൻ പ്രോഗ്രസ്. അതായത് ഈ അസറ്റിനെ റെഡി ആക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും
ലൈക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഈ അസറ്റിനെ റെഡി ആക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തത് ശരിക്കും ആ ക്വാളിഫയിങ് അസറ്റുമായി ബന്ധപ്പെട്ട് ശരിക്കും ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തത് ബോറോയിങ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തത് നമ്മൾ ആ ഒരു അസറ്റ് റെഡി ആക്കാനായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് ഒരു അവസ്ഥയിൽ എത്തിക്കണമല്ലോ, ആ അവസ്ഥയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റിനെ അപ്പോൾ തുടങ്ങി ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങാം, കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങാം. അടുത്തത് സസ്പെൻഷൻ, അതായത് നമ്മൾ നിർത്തിവെക്കണം. എപ്പോൾ? യു മസ്റ്റ് പോസ് ക്യാപിറ്റലൈസേഷൻ ഡ്യൂറിങ് ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് വെൻ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഓൺ ദി അസറ്റ് ഈസ് ഇൻറ്ററപ്റ്റഡ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെറ്റ്സ് സേ കോവിഡിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ക്വാളിഫയിങ് അസറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് നമുക്ക് കോവിഡ് വന്നത്. അപ്പോൾ കുറച്ചധികം നാളത്തേക്ക് നമുക്കത് നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ടൈമിലേക്ക് നമ്മൾ ക്യാപിറ്റലൈസേഷൻ നിർത്തണം. ഓക്കെ, സോ നമ്മുടെ അസറ്റിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്, ആക്റ്റീവ് ഡെവലപ്മെൻറ്റിന് ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് നാളത്തേക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ ക്യാപിറ്റലൈസേഷൻ പോസ് ചെയ്യണം, നിർത്തിവെക്കണം. ഫോർ എക്സാമ്പിൾ, ഇഫ് കൺസ്ട്രക്ഷൻ ഇസ് സ്റ്റോപ്പ്ഡ് ഫോർ സെവറൽ മന്ത്സ് ഡ്യൂ ടു ലേബർ സ്ട്രൈക്ക്, എന്തെങ്കിലും തൊഴിലാളി സമരം കാരണം കൺസ്ട്രക്ഷൻസ് നമ്മൾ നിർത്തിവെക്കാനാണ്. ഇവർ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ് കേട്ടോ അത്. ലേബർ സ്ട്രൈക്കൊക്കെ കാരണം, തൊഴിലാളി സമരം കാരണം കുറച്ചധികം നാളത്തേക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് അത്രയും ഈ നിർത്തി വെച്ചിട്ടുള്ള ആ ഒരു സമയത്തത്തെ ബോറോയിങ് കോസ്റ്റുകളുണ്ടല്ലോ, അതിന് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് P&L വേണം കാണിക്കാനായിട്ട്. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഈ നിർത്തലാക്കുന്നത്, ഡിലേ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്വാളിഫയിങ് അസറ്റിൻ്റെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഡിലേ ആണ്, ടെമ്പററി ഡിലേ ആണെങ്കിൽ. You see here, the word they are using is that temporary delay is a necessary part of the process of getting an asset ready for its intended use or sale. അത് വിൽക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ഉപയോഗത്തിന് വേണ്ടിയിട്ട് റെഡി ആവാനായിട്ട് ഈ അസറ്റിന് കുറച്ച് ടൈം കൊടുക്കണം. അപ്പോൾ നമ്മൾ നിർത്തലാക്കേണ്ടി വരും. ഈ കൺസ്ട്രക്ഷൻസൊക്കെ ചില സമയത്ത് ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് നിർത്തലാക്കേണ്ടി വരുന്ന അത്തരം ഡിലേസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷേ അതർ ദാൻ ദാറ്റ്, ഈ ഒരു എക്സെപ്ഷൻ ഒഴിച്ച് വരുന്ന ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും ആ ഒരു നിർത്തലാക്കുന്ന ആ ടൈം പീരീഡിലെ ബോറോയിങ് കോസ്റ്റുകളെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കേണ്ടത്, P&L എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, ഈ അസറ്റിൻ്റെ ഉദ്ദേശിച്ച ഉപയോഗത്തിനോ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ അസറ്റ് റെഡി ആവുന്നതിൻ്റെ ഒരു പ്രോസസ്സിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഈ ഡിലേ എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ പണി നിർത്തി വയ്ക്കേണ്ടി വരും ഒന്ന് സെറ്റ് ആവാനൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ആ ഡിലേ അനിവാര്യമാണെങ്കിൽ നമുക്ക് ആ പീരീഡിൽ, ആ നിർത്തിവെക്കുന്ന പീരീഡിലെ ബോറോയിങ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ പീരീഡിലെ ബോറോയിങ് കോസ്റ്റിനെ നമ്മൾ P&L എക്സ്പെൻസിൽ വേണം കാണിക്കാനായിട്ട്, ആ പീരീഡിലത്തെ മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ എക്സംഷൻ പറഞ്ഞ പോലെയല്ല, നമ്മൾ അങ്ങനെ ആവശ്യമില്ലാണ്ടാണ് ഒരു കൺസ്ട്രക്ഷനിൽ നമ്മൾ ഡിലേ വരുത്തുന്നത്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. അതുപോലെ വളരെ അനിവാര്യമൊന്നുമല്ല. ഈ ക്വാളിഫയിങ് അസറ്റിനെ റെഡി ആവുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ലെറ്റ്സ് ഒരു ലേബർ സ്ട്രൈക്ക് വന്നു, അപ്പം അങ്ങനത്തെ ഈ ലേബർ സ്ട്രൈക്കിൻ്റെ കേസ് പറഞ്ഞ പോലെയൊക്കെ തന്നെ അനിവാര്യമല്ലാത്ത കേസുകളൊക്കെ ആണെങ്കിൽ ആ ഒരു പീരീഡിലെ ബോറോയിങ് കോസ്റ്റ് നമ്മൾ P&L വേണം കാണിക്കാനായിട്ട്. നിർത്തിവെക്കണം, ക്യാപിറ്റലൈസേഷൻ നിർത്തിവെക്കണം എന്നാണ് പറയുന്നത്, സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് ഇലസ്ട്രേഷൻ നമ്പർ 11. അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി അപ്പോൾ സസ്പെൻഷൻ പറഞ്ഞു, കമൻസ്മെൻറ്റ് പറഞ്ഞു, ഇനി സെസേഷൻ, സ്റ്റോപ്പ്, അതായത് എപ്പോഴാണ് നിർത്തേണ്ടത്. ക്യാപിറ്റലൈസേഷൻ സ്റ്റോപ്സ് വെൻ ദി അസറ്റ് ഇസ് സബ്സ്റ്റാൻഷ്യലി കംപ്ലീറ്റ് ആൻഡ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻറ്റഡ് യൂസ് ഓർ സെയിൽ. അതായത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അസറ്റിൻ്റെ പരിപാടി, അസറ്റിൻ്റെ ലൈക്ക് കൺസ്ട്രക്ഷനൊക്കെ ഓൾമോസ്റ്റ് ഒരു വിധത്തിലെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യത്തിന് ഇനി മുതൽ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കിത് സാധനം വിൽക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസേഷൻ നിർത്തിവെക്കണം. ഓക്കെ, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ക്യാപിറ്റലൈസേഷൻ ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റലൈസേഷൻ നിർത്തണം. ഇഫ് ദി അസറ്റ് ഈസ് ബീങ് ബിൽഡ് ഇൻ പാർട്സ് യു സ്റ്റോപ്പ് ക്യാപിറ്റലൈസിങ് ഓൺ ഈച്ച് പാർട്ട് ആസ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾ അസറ്റ് ചില അവസരങ്ങളിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന അസറ്റിനെ പാർട്സ് ആയിട്ടായിരിക്കാം ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ പാർട്സിനായിരിക്കും നമ്മൾ ക്യാപിറ്റലൈസേഷൻ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഓരോ പാർട്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റലൈസേഷൻ നിർത്തുന്നു. ഫൈൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും നമ്മുടെ സ്റ്റഡി മാറ്റിലുള്ള കാര്യങ്ങളെന്നൊക്കെ തോന്നുന്നു. നമുക്ക് സ്റ്റഡി മാറ്റൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഞാൻ എന്തെങ്കിലും സ്റ്റഡി മാറ്റത്ത് വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി മാറ്റ് റെഫർ ചെയ്തപ്പോൾ അതിലിത് ഈ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഈ ഒരു സെക്ഷനും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോറിൻ ലോൺസ് കൊടുക്കും, എപ്പോഴും ഇന്ത്യൻ ലോൺസ് മാത്രമല്ല ഫോറിൻ ലോൺസ് കൊടുക്കും. അപ്പോൾ ഈ ഫോറിൻ ലോൺസ് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ഡിഫറൻസുകൾ വരും അല്ലേ. നമ്മൾ ഓരോ ദിവസവും എക്സ്ചേഞ്ച് ഡിഫറൻസുകൾ വരും. അപ്പം
ഈ എക്സ്ചേഞ്ച് ഡിഫറൻസ് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കുക. ഈ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലോൺ ഇൻട്രസ്റ്റും ഫോറിൻ ലോൺ ഇൻട്രസ്റ്റും ഫോറിൻ ലോൺ ഇൻട്രസ്റ്റും ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമ്മൾ ആദ്യം നോക്കുന്നു. ഓക്കെ, ഈ വ്യത്യാസം നോക്കുന്നു. ഈ വ്യത്യാസത്തിനോട് ഈക്വലോ അല്ലെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള വ്യത്യാസത്തിനേക്കാളും കുറവോ ആണ് നമ്മൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് കുറവാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്യാപിറ്റലൈസ് ചെയ്യാം. ഈ എക്സ്ചേഞ്ച് ഡിഫറൻസിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. പക്ഷേ പ്രൈമറി കണ്ടീഷൻ ഉണ്ടാവണം. അത് ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ഭാഗമായിരിക്കണം. ഓക്കെ, ഫ്രണ്ട്സ്, ഇന്ത്യൻ ലോൺ ഇൻട്രസ്റ്റും ഫോറിൻ ലോൺ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിനേക്കാളും കുറവോ ഈക്വലോ ആണ് എക്സ്ചേഞ്ച് ഡിഫറൻസ് എങ്കിൽ നമുക്ക് ആ എക്സ്ചേഞ്ച് ഡിഫറൻസിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. പക്ഷെ അത് ക്വാളിഫയിങ് അസറ്റുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം. ഇനി എക്സ്ട്രാ ഡിഫറൻസ് വരുവാണെങ്കിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ ലോൺ ഇൻട്രസ്റ്റും ഫോറിൻ ലോൺ ഇൻട്രസ്റ്റിനേക്കാളും വലിയതാണ്, അവർ തമ്മിലുള്ള വ്യത്യാസത്തെക്കാളും കൂടുതലാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഡിഫറൻസ് എങ്കിൽ നമ്മൾ ആ ഒരു ബാലൻസ് വരുന്ന എക്സ്ട്രാ ഡിഫറൻസിനെ നമ്മൾ AS11 ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞത് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഇന്ത്യൻ ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 12% ആയിരുന്നു. ഫോറിനിലെ ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം 4 ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് വന്നു. ഫോറിൻ ലോൺ എടുത്തത് കൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് വന്നു. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് വന്നതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് ആ എക്സ്ചേഞ്ച് ഡിഫറൻസ് ലോസ് ആയിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് 3 ആണ്. ആ എക്സ്ചേഞ്ച് ലോസ് എന്ന് പറയുന്നത് 3 ആണ്. ഈ 3 ഈ 4നേക്കാളും കുറവാണോ ഈക്വൽ ആണോ? കുറവാണ്. അല്ലെങ്കിൽ ഈക്വൽ ആയാലും മതി. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈ 3% എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്യാപിറ്റലൈസ് ചെയ്യാം. പക്ഷെ അത് ക്വാളിഫയിങ് അസറ്റുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം. ഇനി ലെറ്റ്സ് സേ ഈ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് 6% ഈ 4നേക്കാളും കൂടുതലായിരുന്നു. അപ്പോൾ എന്താണ്? ഈ 6നെ 2ആയിട്ട് തിരിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ടിൽ 4%, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 4% ആണല്ലോ. ടിൽ 4% നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ബാക്കി 2% നമ്മൾ AS11 ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസിലായിരിക്കും കൺസിഡർ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പെർസെൻറ്റേജ് വൈസാണ് എക്സാമ്പിൾ പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, പക്ഷെ ഇത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇവിടെയാണ്. എമൗണ്ട് ഓഫ് എക്സ്ചേഞ്ച് ഡിഫറൻസ് നോട്ട് എക്സീഡിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഓൺ ലോക്കൽ കറൻസി ബോറോയിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഫോറിൻ കറൻസി ബോറോയിങ്സ്. ഫോറിൻ കറൻസി ബോറോയിങ്സിന് ഇൻട്രസ്റ്റും ലോക്കൽ കറൻസി ബോറോയിങ്സിന് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസിനേക്കാളും കൂടുതലല്ല നമ്മുടെ എക്സ്ചേഞ്ച് ഡിഫറൻസ് എങ്കിൽ നമുക്ക് ആ എക്സ്ചേഞ്ച് ഡിഫറൻസിനെ ബോറോയിങ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞ AS16 കീഴിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. ഓക്കെ, ബാക്കി ഇനി അതിനേക്കാളും കൂടുതലാണ്, ഈ പറയുന്ന ഡിഫറൻസിനേക്കാളും കൂടുതലാണ് എക്സ്ചേഞ്ച് ഡിഫറൻസ് എങ്കിൽ ആ ബാക്കി വരുന്നതിന് നമ്മൾ AS11 വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ദ എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. ഫോർ ദിസ് purpose, the interest rate for the local currency borrowings is considered as that rate at which the enterprise would have raised the borrowings locally had the enterprise not decided to raise the foreign currency borrowings. അതായത് നമ്മൾ ഫോറിൻ കറൻസി ബോറോയിങ്സ് എടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എത്ര പലിശ നിരക്കിനായിരുന്നു നമ്മൾ ലോക്കലി നമ്മൾ ആ ഫോറിൻ കറൻസി ബോറോയിങ്സ് എടുത്തില്ലായിരുന്നുവെങ്കിൽ ലോക്കൽ കറൻസി ബോറോയിങ്സ് നമ്മൾ എത്ര പലിശ നിരക്കിനാണ് നമ്മൾ എടുക്കേണ്ടിയിരുന്നത്, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ടാണെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലെയാണെങ്കിലും ഈ ഒരു സംഭവത്തിന് യൂസ് ചെയ്യുന്നത്. വേണ്ട, ദി ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദ ലോക്കൽ കറൻസി ബോറോയിങ്സ് ഇസ് കൺസിഡർഡ് ആസ് ദാറ്റ് റേറ്റ് അറ്റ് വിച്ച് ദ എൻ്റർപ്രൈസ് വുഡ് ഹാവ് റേസ്ഡ്. അതായത് ഈ ഒരു ഫോറിൻ കറൻസി ബോറോയിങ്സ് എടുത്തില്ലായിരുന്നുവെങ്കിൽ ലോക്കൽ കറൻസി ബോറോയിങ്സ് എത്ര ഈ എൻ്റർപ്രൈസ് എടുക്കുമായിരുന്നു, എത്ര പലിശ നിരക്കിന് എടുക്കുമായിരുന്നു എന്നുള്ള ബേസിസിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സെക്ഷൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലസ്ട്രേഷൻ നമ്പർ 12 നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഓൺ 14 August 2021 പുഷ്കർ ലിമിറ്റഡ് ഒബ്റ്റെയിൻഡ് ലോൺ ഫ്രം RBC ബാങ്ക് ഓഫ് ₹65 lakhs. പുഷ്കർ 65 ലക്ഷം രൂപ ലോണ് RBC ബാങ്കിൽ നിന്ന് എടുക്കുന്നു. ഈ 65 ലക്ഷം രൂപ ഒരു എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 65 ലക്ഷം രൂപയിലെ 19,50,000 ഒരു എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അതിൽ ഈ 65 ലക്ഷത്തിലെ 26 ലക്ഷം ഒരു ഫാക്ടറി ഷെഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എടുക്കുന്നു. ഈ 65 ലക്ഷത്തിലെ 6,50,000 ഒരു
ഡെലിവറി വെഹിക്കിൾ പർച്ചേസ് ചെയ്യാനായിട്ട് അതിൻ്റെ അഡ്വാൻസ് കൊടുക്കുന്നു. പിന്നെ ബാക്കിയുള്ള 13 ലക്ഷം വർക്കിംഗ് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് ജസ്റ്റ് ആഡ് ഓൾ ദിസ് ടുഗെദർ. 65 ലക്ഷം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മളത് മിനിമം ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 19,50,000 പ്ലസ് നോക്കിയേ 65 ലാക്ക് ഉണ്ട്. ഓക്കെ ഫൈൻ. ഇനി ഇപ്പോൾ കറക്റ്റ് 65 ലാക്കാണ്. ഇൻ മാർച്ച് 2022 ഇൻസ്റ്റാളേഷൻ ഓഫ് ദി മെഷീനറി വാസ് കംപ്ലീറ്റഡ് ആൻഡ് ഓൾസോ കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ഷെഡ് വാസ് കംപ്ലീറ്റഡ്. സോ ദ ഡേറ്റ് ഈസ് പ്രൊവൈഡഡ് ഹിയർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ മെഷീനറി ഇൻസ്റ്റാൾഡ്. However, the truck was not delivered within 31/3/2022. Total interest charged by the bank for the year ending 31/3/2024 ആണ് വേണ്ടത്, 2004 അല്ല. Just change this to 2024. Was 11,70,000. Discuss how the interest amount would be treated in the financial statements of the company as per AS 16. So we have to discuss എങ്ങനെയാണ് ഈ 11,70,000 നിങ്ങൾ കാണിക്കാൻ പോകുന്നത്, ഈ ഇൻട്രസ്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഈ 65 ലാക്ക് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ജനറൽ ബോറോയിങ്സ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ജനറൽ ബോറോയിങ്സ്. കാരണം ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ക്വാളിഫയിങ് അസറ്റിനും അല്ലാതെയും. സോ ദി ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് ടു കൺസിഡർ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഐഡൻറ്റിഫൈ ദ ക്വാളിഫയിങ് അസറ്റ്. ഈ 4 എണ്ണത്തിലെ എന്തൊക്കെയാണ് ക്വാളിഫയിങ് അസറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സോ ടു ഐഡൻറ്റിഫൈ എ സർട്ടൻ തിങ് ആസ് എ ക്വാളിഫയിങ് അസറ്റ്, firstly you have to know what is a qualifying asset. A qualifying asset is an asset which would take a substantial period to get ready for use or for its intended use or for the sale. അല്ലേ? അതായത് ഒരു ക്വാളിഫയിങ് അസറ്റ് അത്യാവശ്യം ടൈം എടുക്കും ഈ ക്വാളിഫയിങ് അസറ്റ് റെഡി. ഒന്നെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച ഉപയോഗത്തിന് ഉദ്ദേശിച്ച യൂസിന് അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. 12 months or more എന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഒരു ഇതുപോലെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വിൽക്കണമെങ്കിൽ അതൊരു അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അത്തരം അസറ്റുകളെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ കേസ് ഒരു എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യുകയാണ്. എക്യുപ്മെൻറ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, ജസ്റ്റ് പോയി വാങ്ങിക്കുക, നമ്മൾക്ക് കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. ദ എക്യുപ്മെൻറ്റ് ഈസ് ഓൾറെഡി റെഡി. ലൈക്ക് നമുക്കത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അതിനെങ്കിൽ ഇതിവിടെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ കൺസ്ട്രക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. സോ ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം, റൈറ്റ്? സോ ഈ പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് നോട്ട് എ ക്വാളിഫയിങ് അസറ്റ്. കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ഷെഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. 26 lakhs rupees നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ നമ്മളാണ് ചെയ്യുന്നത്. ദാറ്റ് വുഡ് ടേക്ക് സം ടൈം, റൈറ്റ്? അതൊരു സബ്സ്റ്റാൻഷ്യൽ ടൈം എടുക്കും. സോ ദാറ്റ് മീൻസ് ഫാക്ടറി ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ ഇസ് എ ക്വാളിഫയിങ് അസറ്റ്. നെക്സ്റ്റ്, അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ഡെലിവറി വെഹിക്കിൾ ഈസ് ഓൾറെഡി സംതിങ് വിച്ച് ഇസ് ബീൻ പ്രിപ്പയർഡ്. ഓൾറെഡി സെറ്റാണ് സംഭവം. നമ്മൾ പോകുന്നു, വാങ്ങിക്കുന്നു, അതിന് അഡ്വാൻസ് കൊടുക്കുകയാണ്. ഓൾറെഡി ശരിയായി സെറ്റായിട്ടുള്ള സാധനത്തിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ്. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് എ ക്വാളിഫയിങ് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ കെ നോട്ട് ബി കൺസിഡർഡ് ആസ് എ ക്വാളിഫയിങ് അസറ്റ്. കാരണം അത് ദിനം പ്രതി നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള 30 lakhs. സോ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് എ ക്വാളിഫയിങ് അസറ്റ്. സോ ദി ഓൺലി ക്വാളിഫയിങ് അസറ്റ് ഇൻ ദിസ് ക്വസ്റ്റൻ ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ഷെഡ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഫാക്ടറി ഷെഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ബോറോയിങ് കോസ്റ്റിൽ 2 തരം ബോറോയിങ്സ് നമ്മൾ പറഞ്ഞപ്പോൾ ജനറൽ ബോറോയിങ്സിൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് റേറ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞായിരുന്നത്. സോ ആ ഒരു അപ്ലിക്കേഷൻ ഈ ക്വസ്റ്റനിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ വളരെ ബേസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങളിത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുന്നത്. സോ ഇത് 2024 ആകട്ടെ. ഓക്കെ, ഇനി സോ വാട്ട് ഈസ് ദാറ്റ് എമൗണ്ട് ഓഫ് ബോറോയിങ്? നമുക്കിവിടെ ബോറോയിങ് കോസ്റ്റ് ഉണ്ട്. അതായത് ബോറോയിങ് കോസ്റ്റ് ആണ് 11,70,000. അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. കാരണം ദാറ്റ് ഈസ് ദി ഓൺലി കോസ്റ്റ് വിച്ച് ഇസ് ബീൻ ലൈക്ക് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ബോറോയിങ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 11,70,000 ആണ്. അപ്പോൾ 11,70,000 ആണ് നമ്മുടെ ബോറോയിങ് കോസ്റ്റ്. പക്ഷേ ഈ ബോറോയിങ് കോസ്റ്റിന് എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ പോർഷൻ. അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ 11,70,000 നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? നമുക്കറിയാം, ഇതിലെ ക്വാളിഫയിങ് അസറ്റുമായിട്ട് ബന്ധമുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലൈസ് ചെയ്യുന്നു. ബാക്കിയുള്ള 3 എണ്ണത്തിനെയും നമ്മൾ P&L ആണ് കാണിക്കുക. ക്വാളിഫയിങ് അസറ്റുമായിട്ട് ബന്ധമുള്ളതിന് മാത്രമാണ് അതുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫയിങ് അസറ്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ബോറോയിങ് കോസ്റ്റാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. മറ്റുള്ള ബോറോയിങ്സിൻ്റെ ബോറോയിങ് കോസ്റ്റൊക്കെ നമ്മൾ P&L എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മൊത്തത്തിൽ തന്നിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് 11,70,000 എന്നാണ് മൊത്തത്തിൽ തന്നിട്ടുള്ളത്. അതുപോലെ ഈ 65 lakhs സെപ്പറേഷൻ കാണിച്ചിട്ടുണ്ട്. 26 lakh ആണ് അതിൽ ക്വാളിഫയിങ് അസറ്റ് ഉണ്ട്, നമുക്ക് അറിയും ചെയ്യാം. സോ ഹൗ വി ആർ ഗോണ ഡു ദ കാൽക്കുലേഷൻ? സോ ഈസിയാണ്. നമുക്കറിയാം മൊത്തം എത്രയാണ്, 65 lakh. നമുക്ക് ആദ്യം എത്രയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ഷെഡാണ് ക്വാളിഫയിങ് അസറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ബോറോയിങ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 26 ലാക്ക്. ഓക്കെ, 26 ലാക്ക്. ഈ 26 ലാക്ക് എന്ന് പറയുന്നത് 65 ലാക്സിലാണ്. നമുക്കറിയാം നമ്മൾ ജനറൽ ബോറോയിങ്സിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. 65 ലാക്കിലെ ഇതിൻ്റെ അർത്ഥം എന്താ? 65 ലാക്കിലെ 26 ലാക്ക് നമ്മളിപ്പോൾ ഫുൾ മാർക്സ് ഇടുവാണെങ്കിൽ ഔട്ട് ഓഫ് 100 95, ഔട്ട് ഓഫ് 100 95. ഇപ്പോൾ 100-ൽ 95 എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ 65 ലക്ഷത്തിലെ 26 ലക്ഷം എന്തിനെ യൂസ് ചെയ്തതാണ്? കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ഷെഡിന് യൂസ് ചെയ്തതാണ്. നമുക്കിവിടെ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റാണ് തന്നിട്ടുള്ളത്. അതായത് ഇവരുടെ എല്ലാവരുടെയും ചേർന്നുള്ള ഇൻട്രസ്റ്റാണ് 11,70,000. സോ ഈ 26 ലക്ഷത്തിൻ്റെ മാത്രമായിട്ട് നമ്മളെങ്ങനെ എടുക്കും? അപ്പോൾ ആ ഒരു ബേസ് കാൽക്കുലേഷനാണ് ഇത്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു പറഞ്ഞ കാര്യം. അപ്പോൾ നമുക്ക് എന്തിൻ്റെ മാത്രമായിട്ട് വേണം? ഫാക്ടറി ഷെഡിൻ്റെ മാത്രം. അപ്പോൾ പ്രൊപ്പോർഷൻ പോലെ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ 26 ലാക്ക് ഉണ്ട്. 26 ലാക്ക് ഡിവൈഡഡ് ബൈ 65 ലാക്ക്. ഇതിൻ്റെ ഈ ഒരു പ്രൊപ്പോർഷനാണ് നമുക്ക് വേണ്ടത്. കാരണം ക്വാളിഫയിങ് അസറ്റ് 26 ലാക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് റേറ്റ് അറിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. റേറ്റ് അറിയാമായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ക്വാളിഫയിങ് അസറ്റിൻ്റെ ഇത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ ഒരു ബോറോയിങ് എടുത്തിട്ട് ആ ജനറൽ ആയിട്ടൊരു ബോറോയിങ് നമ്മൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോരുത്തർക്കും ചെയ്യുകയാണ്. സ്പെസിഫിക് ബോറോ ആണെങ്കിൽ സുഖമാണ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 11,70,000 ആണ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് പ്രൊപ്പോർഷൻ കിട്ടും. ദ പ്രൊപ്പോർഷൻ ഈസ് 4,68,000. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റനിൽ ചെറിയൊരു തെറ്റുണ്ട്. ഇതൊക്കെ കറക്റ്റാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഈ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റാണ്. ഇത് കാൽക്കുലേഷൻ കറക്റ്റാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞു 31/3/2024 ആക്കാനായിട്ട് പറഞ്ഞു അല്ലേ? അപ്പം ഇവിടെ നോക്കുക, ഈ 11,70,000 എവിടെ തൊട്ട് എവിടം വരെയുള്ളതാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് 14/8/2021 ലോൺ എടുത്തിട്ടുണ്ട് 65 ലാക്സ്. എന്നിട്ട് ഇതൊക്കെ വാങ്ങിക്കും കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. ഓക്കെ, സോ 48/2021 ദാറ്റ് മീൻസ് അത് ഓഗസ്റ്റ് 14 ആണ്. ഓഗസ്റ്റ് 14 2021 ഇത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ ഇതിൽ മാർച്ച് 2022 ആകുമ്പോൾ, അതായത് ഒരു ഏകദേശം 7.5 മാസമൊക്കെ ആകുമ്പോൾ എന്തായിട്ടുണ്ട്? ഫാക്ടറി ഷെഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, ഇൻസ്റ്റോളേഷൻ ഓഫ് മെഷീനറി ഒക്കെ കഴിഞ്ഞിട്ട്. നമുക്കിവിടെ ഇമ്പോർട്ടൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അതാണ് ക്വാളിഫയിങ് അസറ്റ്. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ എന്താണ്? ഈ 14th August 2021 വാങ്ങിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, അത് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഫാക്ടറി കൺസ്ട്രക്ഷൻ തുടങ്ങുവാണ്. ആ കൺസ്ട്രക്ഷൻ മാർച്ച് 2022 കൺസ്ട്രക്ഷൻ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ അവസാനിക്കുമ്പോൾ എന്താണ്? നമുക്ക് ആ ഫാക്ടറി ഷെഡ് ഇനി ഉപയോഗിക്കാൻ പറ്റും. ഫാക്ടറി ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി ഷെഡ് ഇനി നമുക്ക് അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാം, റൈറ്റ്? അപ്പോൾ അതിന് ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല. ഫാക്ടറി ഷെഡാണ് ക്വാളിഫയിങ് അസറ്റ്. നമ്മൾ അതിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റതൊക്കെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ളതാണ്. ഫാക്ടറി ഷെഡിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ടൈം നോക്കും നിങ്ങൾ, എവിടം തൊട്ട് ഇവിടം വരെയാണ്? ഓഗസ്റ്റ് തൊട്ട് 2022 മാർച്ച് വരെ. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് അറൗണ്ട് 7.5 അല്ലേ? അപ്പോൾ ഓഗസ്റ്റ് പകുതി ആയിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ 6 and 7 പിന്നെ 7.5. ഓക്കെ, കാരണം ഓഗസ്റ്റ് പകുതി തൊട്ടിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 7.5 മന്ത്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 7.5 മന്ത്സിലെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ കാൽക്കുലേഷൻ വൈസ് അങ്ങനെയല്ല കാണിച്ചിട്ടുള്ളത്. ഇവർ മൊത്തം ഇത് 14th August 2021 വാങ്ങിച്ചിട്ട് ടിൽ 31/3/2024 വരെയുള്ള ഈ ഫാക്ടറി ഷെഡിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ഫുൾ പോർഷൻ, ആ ഫാക്ടറി ഷെഡിൻ്റെ ഇത്രയും 2021 to 2024 വരെയുള്ള ഫുൾ പോർഷനാണിത്. ഫാക്ടറി ഷെഡിൻ്റെ മാത്രം 4,68,000. ഓക്കെ, അത് ഫുള്ള് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. പക്ഷേ അത് തെറ്റായിരിക്കും. കാരണം മാർച്ച് 2022 ആകുമ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫാക്ടറി ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നുണ്ട്, വാസ് കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 11,70,000 എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ഓഗസ്റ്റ് 14 2021 തുടങ്ങി മാർച്ച് 31 2024 വരെയുള്ള, അത് 24 ആക്കണം, 24 വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് ഇവരുടെ എല്ലാവരുടെയും ചേർത്തിട്ട്. ഇനി ഇതിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ഷെഡിൻ്റെ മാത്രം കിട്ടണം. ഫ്രം ഓഗസ്റ്റ് 2021 ടിൽ മാർച്ച് 2024 ഈ പീരീഡിലെ ഫാക്ടറി ഷെഡിൻ്റെ മാത്രം
ഇൻട്രസ്റ്റ് കിട്ടണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 26 lakh ഔട്ട് ഓഫ് 65 lakh ഇൻറ്റു 11.70 ചെയ്യുന്നത്. സോ 26 lakh ഡിവൈഡ് ബൈ 65 lakh ചെയ്താൽ ഈ പ്രൊപ്പോർഷൻ ചെയ്താലാണ് കറക്റ്റ് ആവുള്ളൂ. കാരണം നമുക്ക് എല്ലാത്തിനും കൂടി ഒരുമിച്ച് ഒറ്റ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് തന്നേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4,68,000 കിട്ടി. ഓക്കെ ഫൈൻ. പക്ഷേ 4,68,000 ആസ് ഐ ടോൾഡ് യു ഇറ്റ് ഈസ് ഫ്രം ഓഗസ്റ്റ് 2021 ടിൽ 31st March 2024. ഈ പീരീഡിൻ്റെ ഫാക്ടറി ഷെഡിൻ്റെ മാത്രം ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇതിലെല്ലാതും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഫൈൻ. ക്വാളിഫയിങ് അസറ്റ് ആണ് ഫാക്ടറി ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ. പക്ഷേ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണ കാര്യം കൂടി പഠിച്ചായിരുന്നു അല്ലേ? എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? നമ്മൾ സെസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ പഠിച്ചായിരുന്നു. നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് റെഡി ടു യൂസ് ആയി, അല്ലെങ്കിൽ അത് വിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലായി. അപ്പോൾ ഇവിടെ റെഡി ടു യൂസ് ആയിട്ടുണ്ട് അല്ലേ? കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫാക്ടറി ഷെഡ് മാർച്ച് 2022. സോ ഫ്രം ഓഗസ്റ്റ് 2021 ടു മാർച്ച് 2022 വരെയുള്ള ഈ പീരീഡിന് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഈ മാർച്ച് 2022 തുടങ്ങി മാർച്ച് 2024 വരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് കാണിക്കേണ്ടത്. ഓക്കെ. ഇനി അതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റഡി മാറ്റിൽ അത് കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, എനിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി പോർഷൻ്റെ ബേസിസിലാണല്ലോ നമ്മൾ അക്കൗണ്ട്സ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 4,68,000 മേൽ എന്ത് ചെയ്യണം? ദിസ് 4,68,000 ഇസ് ഫോർ എത്ര പീരീഡിനുള്ളതാണ്? 2021 തുടങ്ങി 2022 ആകുമ്പോൾ 7.5 months അല്ലേ? പിന്നെ 2023 ആകുമ്പോൾ 12 months കൂടി വരുന്നു. ആൻഡ് അഗെയിൻ 2024 ആകുമ്പോൾ 12 months. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് 7.5 months പ്ലസ് 12 months പ്ലസ് 12 months 31.5 months ആണ് വരുന്നത്. ഓക്കെ, 31.5 months 31.5 ഇൻറ്റു നമുക്ക് എന്ത് വേണം? 7.5 ആണ്. അതായത് ഇത് 31.5ൻ്റെ ആണ് മൊത്തം 4,68,000. നമുക്ക് 7.5ൻ്റെ വേണം. ഓക്കെ, അപ്പോൾ 7.5ൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ 4,68,000 ഡിവൈഡ് ബൈ 31.5 ഇൻറ്റു 7.5. എന്താണ് ഇവിടുന്ന് 31.5 വന്നത്? ഓഗസ്റ്റ് 2021 തുടങ്ങി 2024 മാർച്ച് വരെയുള്ള മാസങ്ങൾ. ഓക്കെ, 31.5 ആണ്. ഓക്കെ, അപ്പോൾ അത് ഇനി 7.5 എവിടുന്ന വന്നത്? ശരിക്കും ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് 7.5. അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ആ പോർഷൻ കിട്ടണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 7.5. അതായത് ഫ്രം ഓഗസ്റ്റ് 2021 ടിൽ മാർച്ച് 2022. So the amount we are getting is around 1,11,428. ഓക്കെ, 429 എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല, എന്നാലും ഓക്കെ 429 ആക്കാം നമുക്ക്. ഓക്കെ, യെസ്. ബാക്കിയുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് ദാറ്റ് മീൻസ് 4,68,000 ഇൻട്രസ്റ്റ് എമൗണ്ട്. ഈ 4,68,000 കുറയ്ക്കേ. ഈ 4,68,000 നിന്ന് 1,11,429 കുറയ്ക്കാം. 468,000 നിന്ന് you are subtracting 11,429. Okay, so we are getting around 3,56,571. ഇത്രയും എമൗണ്ട്, ഈ 3,56,571 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കണം. ആൻഡ് ദിസ് ഇസ് ദി എമൗണ്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് ഇത്രയാണ്. സോ വൺസ് അഗെയിൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂവിനോട് കൂടെ ഇതിൻ്റെ റിയൽ വാല്യൂ എത്രയാണ്? 26 lakh ആണ് കൺസ്ട്രക്ഷൻ ഫാക്ടറി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. 26 lakhനോട് കൂടെ നമ്മൾ ആഡ് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് 1,11,429. 1,11,429 ആണ്. ഇതിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ആ കോസ്റ്റിനോട് അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട് മാത്രമായിട്ട് എഴുതി വയ്ക്കാം. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 1,11,429. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും നമ്മൾ ഈ എക്യുപ്മെൻറ്റിൻ്റെ ആണെങ്കിലും ട്രക്കിൻ്റെ ആണെങ്കിലും അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റുകൾ തന്നെ നമ്മൾ P&Lലാണ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോർഷൻ ബേസ് എടുക്കുക. പറഞ്ഞു തരാം. ഇപ്പോൾ 90,50,000 ആണ് എക്യുപ്മെൻറ്റിൻ്റെ. സോ 90,50,000 ഡിവൈഡഡ് ബൈ 65 lakh ഇൻറ്റു 11,70,000. കാരണം 11,70,000 ഒറ്റയടിക്ക് തന്നേക്കാണ്. എല്ലാത്തിൻ്റെയും കൂടി ഒറ്റ ഇൻട്രസ്റ്റ് എമൗണ്ട് തന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രൊപ്പോർഷൻ വൈസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 3,51,000 ഇതിൻ്റെ കിട്ടും ഇൻട്രസ്റ്റ്. വെഹിക്കിളിൻ്റെ 1,70,000 കിട്ടും. വർക്കിംഗ് ക്യാപിറ്റലിൽ 2,34,000 കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ മൊത്തത്തിൽ
എത്രയാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയും, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ എത്രയാണ് കാണിക്കേണ്ടത്. ഈ വാല്യൂ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് 7,02,000 പ്ലസ് എന്തുകൂടിയും ഈ 3,56,571 3,56,571. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. സോ അതായത് നമുക്ക് അറൗണ്ട് ഇത്രയാണ് ശരിക്കും മൊത്തത്തിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടത്. 1,58,571 ഇതാണ് മൊത്തത്തിൽ കാണിക്കേണ്ടത്. ഇത് ജനറൽ മറ്റുള്ള സംഭവങ്ങൾ ക്വാളിഫയിങ് അസറ്റ് എല്ലാത്തിൻ്റെയും ഇൻട്രസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്തത്. ഇത് ക്വാളിഫയിങ് അസറ്റിൻ്റെ മാത്രം ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട വാല്യൂ. ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് തെറ്റ് പറ്റിയത് എനിക്കറിയില്ല. ഇനി ആർക്കെങ്കിലും തോന്നുവാണ് ഇത് ഇങ്ങനെയല്ല 100% ഇങ്ങനെയല്ല എന്ന് ഉറപ്പ് പറയുകയാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഓൾസോ സ്റ്റേ ദ റീസൺ. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാം. കാരണം ഇത് കാണുന്നവർക്കും അത് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ പക്ഷേ നമ്മുടെ തിയറി വൈസ് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. കാരണം നമ്മൾ തിയറി ഇങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പം ഇതിൽ ആർക്കെങ്കിലും എഗെയിൻസ്റ്റ് ഉണ്ട് എന്ന് പറയാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, സ്റ്റഡി മാറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം വിത്ത് റീസൺസ്. സ്റ്റഡി മാറ്റിൽ ഇതുപോലത്തെ മിസ്റ്റേക്കുകളൊക്കെ വരാറുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്നിട്ട് അത് നോട്ട്സിൽ സ്റ്റേറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെയാണ്, ലൈക്ക് നമ്മൾ സെസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സ്റ്റഡി മാറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. Capitalization of borrowing cost should cease when substantially all activities necessary to prepare the qualifying asset for its intended use or sale are complete. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തും കൂടി നിർത്തണം, സെസേഷൻ നമ്മൾ നിർത്തണം, ബോറോയിങ് കോസ്റ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ. അതാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ജസ്റ്റ് വെറുതെ 11,70,000 എന്ന് പറഞ്ഞിട്ട് തന്നാൽ മതിയായിരുന്നല്ലോ. 31,32,000 ഈ ഒരു പോർഷൻ്റെ കാര്യം അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലായാലും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം, ഞാൻ അവിടെ വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതേ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് നിർത്താം. ഇലസ്ട്രേഷൻ നമ്പർ 11. T&L Limited is a large construction company which is presently involved in the construction of a railway bridge over the Ganga River at Patna. The project cost is 125 crores, 40% of which is financed by borrowing from Asian Development Bank at an interest of 3%. There has been a delay in the completion of the project, and the project manager of the railway bridge construction site has identified that delay construction of the railway bridge has happened due to high water levels during the monsoon months of the July to September. Ms. Sonali Mathur, the accountant of T&L company, has not suspended the capitalization of the borrowing cost and reflected the same in the cost of the qualifying asset. You are required to comment on the treatment. ഇവിടെ ഇപ്പം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ലാർജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് T&L ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. അപ്പം അവരിപ്പോൾ പ്രസൻ്റ്ലി ഒരു റെയിൽവേ ബ്രിഡ്ജ് ഗംഗാ റിവർ, പട്നയിലുള്ള ഗംഗാ റിവറിൻ്റെ മേലെ കൂടെ ഒരു റെയിൽവേ ബ്രിഡ്ജ് അവർ പണിതുകൊണ്ടിരിക്കുകയാണ്, കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എൻറ്റയർ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 125 കോടിയാണ്. 125 കോടി ചിലവാക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റെയിൽവേ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ 125 കോടിയിലെ 40% നമുക്ക് ഫിനാൻസ് തന്നിട്ടുള്ളത് ഒരു ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അപ്പോൾ അവരതിന് 3% ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രോജക്റ്റിൻ്റെ ഒരു തടസ്സം വന്നു. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നതിൽ ഒരു ഡിലേ വന്നു, തടസ്സം വന്നു. അപ്പോൾ തടസ്സം വരാൻ കാരണം ഈ മൺസൂൺ മന്ത്സ് ആയതുകൊണ്ട് ജൂലൈ ടു സെപ്റ്റംബർ വരെ ഹൈ വാട്ടർ ലെവൽസ് ആണല്ലോ, മഴയൊക്കെ കാരണം ഭയങ്കര വാട്ടർ ലെവൽ കൂടുന്നത് കൊണ്ട് റെയിൽവേ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ തൽക്കാലം ഡിലേ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ ഈ സൊനാലി മാത്തൂർ എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിയുടെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ആ പെണ്ണ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് ഇപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ഈ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഈ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിനെ ക്വാളിഫയിങ് അസറ്റിനോട് കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ പെണ്ണ് ചെയ്യണേൽ ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മളോട് കമൻറ്റ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണ് സസ്പെൻഡ് ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ ആകരുത്. ഈ ഡിലേ, ഫസ്റ്റ് തിങ് യു ഹാവ് ടു ചെക്ക് ഇസ് ദാറ്റ് ഈ ഡിലേ ശരിക്കും ആവശ്യമുള്ളതായിരുന്നോ, ഈ കൺസ്ട്രക്ഷൻ നിർത്തി വെക്കേണ്ടത് ആവശ്യമുള്ളതായിരുന്നോ? അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, ജൂലൈ ടു സെപ്റ്റംബർ വരെ മൺസൂൺ മന്ത്സ് ആയതുകൊണ്ട് തന്നെ വാട്ടർ ലെവൽസ് കൂടുന്നത് കൊണ്ട് കൺസ്ട്രക്ഷനിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, റൈറ്റ്? അപ്പോൾ എന്തായാലും നമ്മൾ ഡിലേ വരുത്തണം, അപ്പോൾ അത് ആവശ്യകതയാണ്. ഓക്കെ, എന്തായാലും നിർബന്ധമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് ഈ ബോറോയിങ് കോസ്റ്റ് നിർത്തി വെക്കേണ്ട. ഓക്കെ, ബോറോയിങ് കോസ്റ്റ് നിർത്തി വെക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നെസസറി പാർട്ടാണ് കൺസ്ട്രക്ഷൻ്റെ. ഈ ഡിലേ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ്റെ നെസസറി പാർട്ടാണെങ്കിൽ നമ്മൾ ബോറോയിങ് കോസ്റ്റ് നിർത്തി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ പീരീഡിലും, ആ ജൂലൈ ടു സെപ്റ്റംബർ വരെയുള്ള ടൈമിലും
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. സോ മാത്തൂർ ചെയ്ത കാര്യം കറക്റ്റാണ്. AS16 നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ്. AS16 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. സോ ഇതുവരെ ഒരു ബേസ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്.